നമസ്കാരം. കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ട് കൊണ്ടുവന്ന വനിതാ സംവരണ ബിൽ ഭേദഗതി പരാജയം. മണ്ഡല പുനർനിർണയത്തിൽ തട്ടിയാണ് ലോക്സഭയിൽ ബില്ല് പരാജയപ്പെട്ടത്. ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് വനിതാ സംവരണ ബിൽ ഭേദഗതി പരാജയപ്പെട്ടത്. ഭരണപക്ഷത്തെ 790 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രതിപക്ഷത്തിന് അനുകൂലമായി 230 പേർ ബില്ലിനെതിരെ വോട്ട് ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബിൽ ലോക്സഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇത് ആദ്യം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഈ കാലയളവിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിജയമാണത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ നടന്ന വോട്ടെടുപ്പിലേറ്റ പ്രഹരം സർക്കാർ വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി. പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ തന്നെ ബിൽ പരാജയപ്പെടുമെന്ന സൂചന കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ബിൽ പിൻവലിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. ബില്ല് വോട്ടിനിട്ട് തള്ളുന്നത് വൻ പ്രചരണവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാമെന്ന ആലോചനയിലായിരുന്നു ഈ നീക്കം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിനെതിരായ അടക്കം വൻ പ്രചരണം നടത്താനാണ് BJP ക്യാമ്പിന്റെ തീരുമാനം. ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിൽ വിഷയം സജീവമായി ചർച്ചയാകും. വിഷയം BJPയും പ്രതിപക്ഷവും ഒരുപോലെ ആയുധമാക്കും. എന്നാൽ വനിതാ സംവരണത്തെയല്ല, മണ്ഡല പുനർനിർണയത്തെയാണ് എതിർക്കുന്നതെന്ന വാദത്തിലൂന്നി തിരിച്ചടിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. നിലവിലെ 543 സീറ്റിൽ എന്തുകൊണ്ട് വനിതാ സംവരണം നടപ്പാക്കിക്കൂടാ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബിൽ ലോക്സഭയിൽ പാസ്സാകാൻ 360 MPമാരുടെ പിന്തുണയുണ്ടായിരുന്നു. റിപ്പീറ്റ് പിന്തുണയായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഭരണകക്ഷിയായ NDAയ്ക്ക് 293 അംഗങ്ങൾ മാത്രമാണുള്ളത്. 18 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബില്ല് ലോക്സഭയിൽ വോട്ടിനിട്ടത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനായി 3 ബില്ലുകളാണ് സർക്കാർ അവതരിപ്പിച്ചത്. 2023 നാരി ശക്തി വന്ദൻ അധിനിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ഭരണഘടന 131 ഭേദഗതി ബില്ല്, മണ്ഡല പുനർനിർണയത്തിനായുള്ള ഡീലിമിറ്റേഷൻ ബില്ല്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് സംവരണം വ്യാപിപ്പിക്കുന്നതിനുള്ള 3ാമത്തെ ബില്ല് എന്നിവയാണ് ആ 3 ബില്ലുകൾ. ലോക്സഭയിൽ അംഗസംഖ്യ 850-ൽ കൂടുതലാകാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നതിനായി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 81 ഭേദഗതി ചെയ്യാനും ബില്ല് വ്യവസ്ഥ ചെയ്തിരുന്നു. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമൊട്ടാകെ മണ്ഡല പുനർനിർണയം നടത്തി 50% സീറ്റുകൾ വർദ്ധിപ്പിച്ച് ലോക്സഭയിലും നിയമസഭകളിലും 33% സ്ത്രീ സംവരണം നടപ്പിലാക്കാനുള്ള 3 ബില്ലുകളും കേന്ദ്രം കൊണ്ടുവന്നു. എന്നാൽ ജനസംഖ്യാ അനുപാതത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നതിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തമായി എതിർക്കുകയായിരുന്നു. ജനസംഖ്യ ആനുപാതികമായല്ല, ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള മണ്ഡലങ്ങളുടെ എണ്ണമാണ് പരിഗണിക്കേണ്ടതെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ചരിത്ര നിമിഷത്തെ പ്രതിപക്ഷം ഇല്ലാതാക്കിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. വോട്ടെടുപ്പിന് പിന്നാലെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ വീണ്ടും ചേരും. സ്ത്രീ സംവരണം കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുമെന്നും റിജിജു പറഞ്ഞു. നേരത്തെ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ പാർലമെന്റിൽ അമിത്ഷാ ആഞ്ഞടിച്ചിരുന്നു. പ്രതിപക്ഷം പക്ഷേ, എങ്കിലും, എന്നാലും തുടങ്ങിയ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ വനിതാ സംവരണത്തെ എതിർക്കുകയാണ് ചെയ്തത്. പലപ്പോഴും പ്രതിപക്ഷം പറഞ്ഞത് സർക്കാരിന്റെ കാഴ്ചപ്പാടിനോടല്ല, നടപ്പാക്കുന്ന രീതിയോടാണ് എതിർപ്പെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വനിതാ സംവരണത്തെയാണ് അടിമുടി എതിർക്കുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു.